ഓക്കെ ഗായ്സ്, ഇന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തേത്, ഇപ്പോൾ നമ്മളൊരാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോദിക്കും, നിനക്ക് രാജുവിനെ അറിയോ, നിനക്ക് സീതനെ അറിയോ എന്നൊക്കെ. അതായത് ആ ഒരാളെന്നെ പരിചയമുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചോദിക്കാറില്ലേ. അതാണ് ഒന്നാമത്തേത്. ഡു യു നോ മിസ്റ്റർ രാജു, നിനക്ക് രാജുവിനെ അറിയുമോ, പരിചയമുണ്ടോ എന്നർത്ഥത്തിൽ. ഡു യു നോ മിസ്റ്റർ രാജു, നിനക്ക് രാജുവിനെ അറിയുമോ. അറിയുമെങ്കിൽ പറയാം യെസ് ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. യെസ് ഐ നോ മിസ്റ്റർ രാജു, എനിക്ക് രാജുവിനെ അറിയാം. ഇങ്ങനെ പറയാം. യെസ് ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം എന്ന് പറയാം. യെസ് ഐ നോ മിസ്റ്റർ രാജു, എനിക്ക് രാജുവിനെ അറിയാം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയും, നോ ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് അവനെ അറിയില്ല. ഓക്കെ, എനിക്ക് അവനെ അറിയില്ല. ഇനി എനിക്ക് അവളെ അറിയില്ല എന്നാണെങ്കിലോ, ഐ നോ ഹർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ അറിയാം. ഐ നോ ഹർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ അറിയാം. എനിക്ക് അവളെ അറിയില്ല എന്ന് പറയുമ്പോൾ നോ ഐ ഡോണ്ട് നോ ഹർ, എനിക്ക് അവളെ അറിയില്ല. ഐ ഡോണ്ട് നോ ഹർ, എനിക്ക് അവളെ അറിയില്ല. ഓക്കെ, ഇതാണ്. ഐ നോ ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ അറിയാം. ഐ നോ ഹർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ അറിയാം. അതുപോലെ ഐ ഡോണ്ട് നോ ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ അറിയില്ല. ഐ ഡോണ്ട് നോ ഹർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ അറിയില്ല കേട്ടോ. ഹർ എന്ന് പറഞ്ഞാൽ അവളെ, ഹിം എന്ന് പറഞ്ഞാൽ അവനെ. ഓക്കെ, അടുത്തത്, നമ്മളിപ്പോൾ ഒരാളെന്നെ കണ്ടാൽ നമ്മളിങ്ങനെ ചോദിക്കും. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, ചോദിക്കാറുണ്ട്, അവനെങ്ങനെ ആള് എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ വാട്ട് ഈസ് ഹി ലൈക്ക്, അവനെങ്ങനെ ആള്, അവൻ്റെ സ്വഭാവമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മറുപടി ആയിട്ട് നമ്മൾ പറയും ഹീസ് വെരി ഫ്രണ്ട്ലി, അവൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഔട്ട് ഗോയിങ്, ഹീസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ഔട്ട് ഗോയിങ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാലും ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളിനെ തന്നെ പറഞ്ഞാണ് ഈ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, അത്യാവശ്യം സംസാരിക്കുന്ന, പെട്ടെന്ന് സുഹൃത്താവുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയാം. ഹീസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ഔട്ട് ഗോയിങ് എന്നാണ് പറയാം. ഇനി ചില ആളുകളില്ല, അവരധികം സംസാരിക്കില്ല, അങ്ങനെ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് ഹീസ് ക്വയറ്റ് ആൻഡ് റിസർവ്ഡ്. നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറയാം, ഹീസ് ക്വയറ്റ് ആൻഡ് റിസർവ്ഡ്. അപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പോൾ നമ്മളെ മനസ്സിലേക്ക് രണ്ടാളുകളെ കൊണ്ടുവരിക. അപ്പോൾ രാജു ഈസ് വെരി ഫ്രണ്ട്ലി, രാജു വളരെ ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഔട്ട് ഗോയിങ് ആണ്. ബട്ട് സീത ഈസ് ക്വയറ്റ് ആൻഡ് റിസർവ്ഡ്. സീത ക്വയറ്റ് ആണ്, അധികം സംസാരിക്കില്ല. റിസർവ്ഡ് ആണ്, അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുള്ളൂ, വല്ലാതെ സംസാരിക്കാത്ത ഒരാളാണ്. സോ അതാണ് വാട്ട് ഈസ് ലൈക്ക് എന്നുള്ളതിൻ്റെ അർത്ഥവും അതിൻ്റെ മറുപടിയും ഇങ്ങനെയാണ് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ ചോദിക്കും, അവനെ കാണാൻ എങ്ങനെയാണ്, വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, എങ്ങനെ അവനെ കാണാൻ, വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, അവനെങ്ങനെ കാണാൻ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഹീ ഈസ് ടോൾ ആൻഡ് ഹാൻസം, നല്ല ഉയർന്ന് നല്ല സുന്ദരനായിട്ടുള്ള ഒരാളാണ് എന്ന് പറയില്ലേ. അവൻ ഉയർന്ന് നല്ല സുന്ദരനായിട്ടുള്ള ഒരാളാണ്. ഹീ ഈസ് ടോൾ ആൻഡ് ഹാൻസം. അവൻ ഉയരമില്ലാതെ തടിച്ചിട്ടുള്ള ഒരാളാണ്. അതാണ് ഹീസ് ഷോർട്ട് ആൻഡ് ഫാറ്റ്. ഹീസ് ഷോർട്ട് ആൻഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഉയരമില്ലാതെ തടിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക് എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവനെ കാണാൻ. ഓക്കെ, അപ്പം ഇങ്ങനെയും പറയാം നമുക്ക്. അപ്പോൾ അവന് പറയാം, അവന് നീല കണ്ണാണല്ലേ. അപ്പോൾ അവന് നീല കണ്ണുണ്ടെന്ന് എങ്ങനെ പറയാം, ഹി ഹാസ് ബ്ലൂ ഐസ്, അവന് നീല കണ്ണുകളുണ്ട്. ഹി ഹാസ് ബ്ലൂ ഐസ്, അവന് നീല കണ്ണുകളുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ പറയാം നമുക്ക്, അവൾക്ക് നീണ്ട മുടിയുണ്ട്, എങ്ങനെ പറയാം, ഷി ഹാസ് ലോങ് ഹെയർ അല്ലേ, നീണ്ട മുടിയുണ്ട്. ഉണ്ട് എന്നുള്ളത് ഷി ഹാസ്, ഹി ഹാസ് നമുക്കറിയാം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, റെഡി, റൈറ്റ്. ഇപ്പോൾ അവൾക്ക് നീണ്ട മൂക്കാണെന്ന് എങ്ങനെ പറയാം, ഷി ഹാസ് എ ലോങ് നോസ് അല്ലേ, ഷി ഹാസ് എ ലോങ് നോസ്. അപ്പോൾ വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക് എന്ന് വെച്ചാൽ അവൻ എങ്ങനെ കാണാൻ. വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക് എന്ന് വെച്ചാൽ അവൾ എങ്ങനെയാണ് കാണാൻ എന്നുള്ളത്. ഓക്കെ.